നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കണ്ടില്ലേ മായച്ചി, അവര് വീണ്ടും ഒന്നായി. അമ്മ പറഞ്ഞ പോലെ ഏട്ടനെ വിളിച്ച് ഞാനിങ്ങ് പോകും. അതിനിടയിൽ ഞങ്ങൾ കുറച്ച് പർച്ചേസിംഗ് നടത്തി. എല്ലാം സെലക്ട് ചെയ്തത് ഞാനും ഏട്ടനും ചേർന്ന. ഞാൻ വിളിച്ചപ്പോ തന്നെ ഏട്ടൻ മാളിലേക്ക് വന്നു. ഇത് അമ്മയ്ക്ക്. ഓ താങ്ക് യു ബേട്ടി. നീ പണ്ടത്തെ പോലെ തന്നെ ഒന്നും മറന്നിട്ടില്ലല്ലേ? എവിടെ പോയിട്ട് വരുമ്പോഴും ഈ മദറിന് ഒരു ഗിഫ്റ്റ് പതിവാ. എനിക്കതൊക്കെ മറക്കാൻ പറ്റും അമ്മേ. ഈ വീടും നിങ്ങളും ഇവിടെയുള്ളവരുടെ ഇഷ്ടങ്ങളും എല്ലാം എനിക്ക് മനപ്പാടുമല്ലേ. ആ അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് കളർ തന്നെയാ ഞാൻ സെലക്ട് ചെയ്തത്, അല്ലേ ഏട്ടാ? അമ്മയുടെ ഇഷ്ടങ്ങൾ എന്നേക്കാൾ കൂടുതൽ ഓർത്തിരുന്നത് ഇവിടെ. ഈ ഹാപ്പി ലൈഫിൽ തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയതല്ല. നീ വന്നല്ലോ, നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. അപ്പൊ ഇത് സുപ്രിയ തന്നെ. എല്ലാവരും ചേർന്ന് എനിക്കിട്ട് പണി തന്നതാ. താങ്ക്സ്. നിങ്ങൾക്കുള്ളത് സെലക്ട് ചെയ്തത് ഏട്ടനാ. അവളുടെ ഒരു ഏട്ടൻ വിളി വല്ലാതെ ചൊറിഞ്ഞു വരുന്നുണ്ട് എനിക്ക്. നിങ്ങളെ കുറിച്ച് ഏട്ടന് ഇത്രയും കൺസേൺ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് ജ്യോതിക്ക്. പിന്നെ ഇത് സെലക്ട് ചെയ്തത് ഏട്ടനല്ല കേട്ടോ, ഞാൻ തന്നെയാ. ജ്യോതിക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് ഞാൻ ചോദിച്ചപ്പോ എനിക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാനാ ഏട്ടൻ പറഞ്ഞ്. നോക്ക്, ഇഷ്ടപ്പെടും. ജ്യോതിയുടെ ഇഷ്ടവും എന്റെ ഇഷ്ടവും ഒന്ന് തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നേ. അങ്ങനെ എന്റെ ഇഷ്ടം ഇപ്പൊ ആരും തീരുമാനിക്കേണ്ടതില്ല. അല്ല, എന്റെ ഇഷ്ടം മോഷ്ടിച്ചോണ്ട് പോകാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? പഴയതൊക്കെ ഒരുപാട് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും. ഇനിയിപ്പോ അതൊന്നും ഓർമ്മിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല കേട്ടോ. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളെ എൻ്റെ ഭർത്താവാ, അത് ഓർമ്മയിലുണ്ടാവണം. പിന്നെ എല്ലാരും കൂടി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആരുടെയും ഒരു പ്ലാനിങ് നടക്കാൻ പോകുന്നില്ല. കണ്ടില്ലേ മോളെ, ഹസ്ബൻഡിനോടുള്ള അവിടെ ഉള്ളിലെ ലവ് പുറത്തേക്ക് വന്നത് കണ്ടില്ലേ? അതെ, ഇനി അവൾ ഉറങ്ങത്തില്ല. നിങ്ങൾ നോക്കിക്കോ. എടാ, അവിടെ പിണക്കവേ ഞാൻ മാറ്റി തരാടാ. നീ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട. നിനക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി. ജ്യോതിക്ക് ഇതൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കൊടുത്ത ഗിഫ്റ്റ് പോലും നിഷേധിച്ചത് കണ്ടില്ലേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയി സമ്മാനം കൊണ്ടുവന്ന ഏതെങ്കിലും ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടുമോ? അതേ ജ്യോതിയും ചെയ്തോളൂ. വല്ലാത്തൊരു ക്ഷീണം. ഇച്ചിരി വെള്ളം കൊണ്ടുവരൂ. തലവേദനയുണ്ടോ? ഞാൻ ബാമിട്ട് തരട്ടെ? വേണ്ട,
ഈ തലവേദന മാറാൻ ടാബ്ലറ്റ് തന്നെ വേണം. ചെല്ലും. പഴയ ഓർമ്മകളൊക്കെ ഒരുപാട് കാണും എന്ന് കരുതി അതൊന്നും പൊടിതട്ടിയെടുക്കാൻ നിൽക്കണ്ട. നീ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ തിരിച്ചു വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒന്ന് ഞാൻ പറയുവാ, എന്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കരുത്. അതിന് ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ശ്രമിച്ചാൽ DK പിന്നെ ഞാൻ പറയുന്നതേ കേൾക്കൂ. DKക്ക് സുപ്രിയോടുള്ള സ്നേഹം ജ്യോതിയോടുള്ളതിനും ഒരുപാടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടിട്ടാ നിന്നെ വിവാഹം കഴിച്ചതുപോലും. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. സുപ്രിയ DKയുടെ മനസ്സിലുണ്ടായിരുന്നു പണ്ട്. പക്ഷെ ഞാൻ അതിനെ വേരോടെ പറിച്ചറിഞ്ഞു കളഞ്ഞു. ഇപ്പൊ ആ മനസ്സില് ജ്യോതി മാത്രമേ ഉള്ളൂ, നിങ്ങളില്ല. അല്ല, നിനക്ക് ഞാൻ സുപ്രിയ ആണോ എന്നുള്ളതില് എന്തെങ്കിലും സംശയമുണ്ടോ? അത് തീർക്കാൻ വേണ്ടിയിട്ടാണോ നീ എന്റെ മുറി കയറിയിട്ട് പരിശോധന നടത്തിയത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.